ഉണ്ട്. ആ പാട്ടാണ്. ഞാൻ എന്താ എന്റെ അമ്മേ സുണ്ടത്ത് എന്നൊക്കെ എനിക്ക് എന്തോ വിചാരിച്ചാൽ പെട്ടെന്ന് ഓരോന്നോരോ വായിച്ചു. UK ചേട്ടൻ വരും. അതെ UK ചേട്ടൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും വരും. അതെ അതെ അതെ. ഞാൻ പാടിയിട്ട് ഇറങ്ങാ. ആ ബിന്ദു ചേച്ചി സിന്ധു ചേച്ചി ടുഗദർ ലൈനിൽ കൊണ്ടുവരാമോ ചോദിക്കുന്നുണ്ട്. എടാ സിന്ധു ചേച്ചിയെ, അയ്യോ സിന്ധു ചേച്ചി ഇവിടെ അല്ല, സിന്ധു ചേച്ചിയൊക്കെ ചെന്നൈയിലാണ്. അവൾക്ക് ഇതൊന്നുമില്ല, ലൈവിലൊന്നും വരാൻ പറ്റില്ല. അവളിവിടെ വീട്ടിൽ വന്നപ്പോ ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് വന്നപ്പോ അവർക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ദിവസം വരുമ്പോ നിങ്ങൾക്കൊക്കെ ഞാൻ എന്റെ സിസ്റ്ററിനെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞങ്ങള് ഇതാണ് ട്വിൻസ് ആണ് കേട്ടോ. ട്വിൻസ് പോലെ ഉണ്ട് എന്ന് എനിക്ക് കമന്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ട്വിൻസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട്. ട്വിൻസ് ആണ് ഞങ്ങൾ കേട്ടാ. അപ്പൊ ദേവി പടൻ പോകുകയാണോ? ദേവി എന്താ ഇതിരിക്കുന്നത്? ദേവി എന്താ ഫേസ് കാണിക്കാതെ എന്ന് ചോദിക്കുന്നത്. ഫേസ് കാണിക്കില്ലല്ലോ ദേവി എപ്പോഴും. ആ ഫസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പിന്നെ അത് പറ്റാണ്ടായി. അതാണ് ഇത് പറയൂ എന്ന് പറയുന്നു. ഇതില് എന്താണ് കോട്ടയത്ത് നിന്ന് ആരാ വന്നിരിക്കുന്നത്? കൊച്ചു മകനാണോ? ആരാ വന്നിരിക്കുന്നത്? നിക്ക് കുറച്ചു നേരം നിക്ക്. അല്ല ശബരി ചോദിച്ചേ, ചേച്ചി പാടാൻ പോവാണോ ചോദിച്ചേ. അതെ പാടാൻ പോണ അസൽ പാട്ടുകാരിയാണ്. അത് ശബരി പിന്നെ ശബരി പറയില്ല തോന്നായിരുന്നു. പിന്നെ ആരോ ചോദിച്ചത് ബിന്ദു ചേച്ചി റിപ്ലൈ ചെയ്തത് കണ്ടു. ആ അതന്നെ. ഓ അങ്ങനെയാണല്ലേ. അതന്നെ. അതെന്റെ സിസ്റ്ററാണ്. ചിലവർക്ക് അറിയില്ല, ചിലപ്പോ ഞാൻ തന്നെ അങ്ങനെ എടുത്തോന്ന് വിചാരിക്കും. അപ്പൊ അല്ലാതെ എന്റെ സിസ്റ്റർ തന്നെയാണ്. സിന്ധു എന്ന പേര്. അവളിവിടെ അല്ല, ചെന്നൈയാണ് കേട്ടോ. ഞങ്ങൾ ട്വിൻസ് ആണ്. അക്ഷയാണ് അല്ലെ. ദേവി പാടാൻ പോകുകയാണ്. അതെ ദേവി പാടാൻ പോണ. പിന്നെ തേടും കൺപാർവൈ. അതെ അതെ. അതെന്തത്? അത് ഞാൻ അത് പാടാൻ പറയാണ്. തേടും കൺപാർവൈ പാട്. അതറിയില്ല ചേച്ചി. അതേതാ പാട്ട്? അത് ഈ പാട്ടേ. അറിയത്തില്ല. ദേവിക്ക് നാണമാണ്, അതാ ഫേസ് കാണിക്കാത്തത്. അല്ല ശബരിക്കുട്ട, നാണം കൊണ്ടൊന്നല്ല ശബരി. വന്നിരുന്ന ആളായിരുന്നു ഫേസ് ഒക്കെ കാണിച്ചിട്ട്. എത്ര പ്രാവശ്യം അങ്ങനെ വന്ന് പാടിയിട്ടുള്ള ആളെന്നറിയോ. പെട്ടെന്ന് ഒരു ദിവസം അത് പറ്റാത്ത അവസ്ഥയിലാണ്, സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വരാത്തത്. അങ്ങനെ ഇതാണ് കേട്ടാ. അപ്പൊ ജയൻ വന്നിട്ടുണ്ടല്ലോ. ജയൻ ബിന്ദു സിസ്റ്റർ പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഹായ് ജയ. ഹായ് വന്നതിന് വളരെയധികം സന്തോഷം ആൻഡ് താങ്ക്സ്. അപ്പൊ പതുക്കെയാണ് ഇപ്പൊ എല്ലാരും വരുന്നത്. കണ്ടോ, ഇത്ര നേരം ഒരാളും വന്നിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം താങ്ക്സ് ഉണ്ട്. അതുപോലെ സന്തോഷമാണ് ഇപ്പോൾ എത്തിയത്. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ. ഫുഡൊക്കെ കഴിച്ച ജയ? സമയമായോ? ഇല്ല, ജയക്ക് ആയിട്ടുണ്ടാവും. രാജകുമാരനെ കൊണ്ട് തോറ്റു ചേച്ചി. രാജകുമാരൻ അങ്ങനെ ചുമ്മാ പറയുന്നതാണേ. ആ ചുമ്മാ പറയും, എന്നിട്ട് കേറും ചെയ്യും. നല്ലൊരു മനുഷ്യനാണ്. പിന്നെ പാട്ട് പാടാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാട്ട് പഠിക്കും. വന്നതാണെങ്കിൽ എത്ര നന്നായി. അല്ല പിന്നെ നമുക്ക് നല്ല നല്ല പാട്ടും കവിതയൊക്കെ കേൾക്കായിരുന്നു. ഇടയ്ക്ക് എങ്ങനെയാ. അപ്പൊ അത് വരുമായിരിക്കും ചിലപ്പോ, നോക്കാം. അപ്പോൾ ദേവി പാട്ട് പാടിക്കോ. ഏതെങ്കിലും അറിയുന്ന പാട്ട് പാടും. ഏതെങ്കിലും പാട്ട് പാടും. ദേവിയാണ് ദേവി. ഇറ്റ്സ് മീ ദേവിയില്ലേ ചാനലുള്ളത്? നോക്കി മേലെ. ചേട്ടാ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ എന്നെ അറിയാം. അറിയാം. അത്ര അറിയാൻ മറിഞ്ഞിരിക്കും കേട്ടോ. ഫേസ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ പോയി നോക്കുക. അപ്പോൾ ഞാൻ ഇഡലി കൊണ്ടേ കാണും കേട്ടോ ചേട്ടാ. അപ്പോ പാടിയില്ലെങ്കിൽ ലൈവ് പോകത്തില്ല. അത് തന്നെ പാടാൻ തന്നെ പറയുന്ന. അപ്പൊ എല്ലാരും വരുന്നുണ്ടല്ലോ. അപ്പൊ വർത്തനം ദേവി മോളെ പാടെന്ന് പറയുന്നുണ്ട്. അതെ, ആ ദേവിയാണോ? ആ ദേവിയെ തന്നെ, സാക്ഷാൽ ദേവി. ഓക്കെ ദേവി, നീ എന്തായാലും വന്നോണ്ടേ ഇരിക്കും. നീ പാടിക്കും. അയ്യോ, രാവിലെ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ